ആവർത്തനം കൊണ്ട് വിരസമാകാൻ സാധ്യതയുള്ള ഒരു പ്രാർത്ഥനയാണ് ജപമാല. പക്ഷേ വിശുദ്ധർക്കെല്ലാം ജപമാല അവരുടെ ആത്മീയ ജീവിതത്തിന്റെ കേന്ദ്ര ബിന്ദുവായിരുന്നു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രിയപ്പെട്ട പ്രാർത്ഥനകളിലൊന്ന് ജപമാലയായിരുന്നു. ഏറ്റവും ലളിതവും അതിശക്തവുമായ പ്രാർത്ഥനയെന്നാണ് അദ്ദേഹം ജപമാല പ്രാർത്ഥനയെ വിശേഷിപ്പിച്ചിരുന്നത്. മെയ് മാസത്തിൽ ജപമാല പ്രത്യേകമായി പ്രാർത്ഥിക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയും ഓർമ്മിപ്പിച്ചിട്ടുണ്ടല്ലോ. ഈ സാഹചര്യത്തിൽ ജപമാല എങ്ങനെ ഏകാഗ്രവും ആത്മാർത്ഥവുമായി ചൊല്ലണമെന്ന് നമുക്ക് പരിശോധിക്കാം. ശ്രദ്ധയും ശാന്തതയും ആവശ്യമുള്ള പ്രാർത്ഥനയാണ് ജപമാല. മാതാവിനോടൊപ്പം ക്രിസ്തു നടന്ന വഴിയാണത്. അതുപോലെ മംഗളവാർത്ത സ്വീകരിച്ച മാതാവിൻ്റെ സന്തോഷം നാം ഓർമ്മിക്കണം. രക്ഷകനെ സ്വീകരിക്കാൻ ക്ഷണം കിട്ടിയപ്പോൾ മറിയം അനുഭവിച്ച സന്തോഷം നമ്മുടെ ഹൃദയത്തിലുമുണ്ടാകണം. അപ്പോൾ ജപമാല പ്രാർത്ഥിക്കുമ്പോൾ ഉള്ളിലും സന്തോഷം നിറയും. മാതാവിനോടൊപ്പമാണ് നാം ജപമാല ധ്യാനിക്കുന്നത് എന്ന കാര്യവും മറക്കരുത്. വിശുദ്ധ ഗ്രന്ഥത്തിലെ സംഭവങ്ങളെ തന്നെയാണ് നാം ജപമാലയിലൂടെ ധ്യാനിക്കുന്നതെന്നും വിശുദ്ധ 10-ാം പിയൂസ് മാർപ്പാപ്പ പറഞ്ഞ വാക്കുകൾ നമുക്കോർമ്മിക്കാം. ദിവസവും ജപമാല ചൊല്ലുന്ന ഒരു സൈന്യത്തെ എനിക്ക് തരൂ, ഞാൻ ഈ ലോകത്തെ കീഴടക്കാം. അതെ, ജപമാലയിലൂടെ സാധ്യമാകാത്ത ഒരു കാര്യവുമില്ല. ഈ ഒരു ചിന്തയുണ്ടെങ്കിൽ ദൈവേഷ്ടത്തിന് സമർപ്പിച്ച നാം പ്രാർത്ഥിക്കുന്ന ഏതൊരു കാര്യവും ജപമാലയിലൂടെ സാധ്യമാകും. അതുകൊണ്ട് ഇന്നു മുതൽ നമുക്ക് കൂടുതൽ ഭക്തിയോടെ, ഏകാഗ്രതയോടെ, വിശ്വാസത്തോടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം.